രാത്രി ഉറങ്ങാനും ഇബാദത്തിനുമുള്ള സമയമാണ്. രാത്രി പന്ത് കളിക്കാനുള്ള സമയമല്ല. രാത്രിയിലെ കളി മലബാറിനെ നശിപ്പിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വലാ തഹ്സബന്നല്ലാഹ ഗാഫില, അള്ളാഹു അശ്രദ്ധനാണെന്ന് ആരും വിചാരിക്കണ്ട. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മലബാറിൽ ഇങ്ങനെയല്ല. മലബാറിൽ മഗ്രിബിന്റെ ഒരു 6 മണിയായിട്ട് പന്ത് കളിക്കുന്നവരെ പോലും പഴയ കാലത്ത് കാക്കന്മാർ സമ്മതിക്കൂല. നമ്മളൊക്കെ സ്കൂള് വിട്ട് പാടത്തൊക്കെ പന്ത് കെട്ടി കളിക്കുന്ന നേരത്ത് പള്ളിയിലേക്ക് ഇങ്ങനെ ഒരു 6 മണി ആയാൽ തന്നെ വയസ്സന്മാരിങ്ങനെ പോകണം. പോയടാവുന്ന് പറയും. ബാങ്ക് കൊടുക്കാനായത് കണ്ടില്ലേ? പോയടാവുന്നു അല്ല, അങ്ങനെ തന്നെ അല്ലേ? ഒറ്റ പാച്ച എല്ലാവരും പറയും. എന്തുകൊണ്ട്? 2 കാര്യം. ഒന്നാർക്കും ആരെയും ആ കാലത്ത് ഉപദേശിക്കായിരുന്നു. നിങ്ങൾ ആരാ കാക്കാൻ ആരും ചോദിക്കൂല. നിങ്ങൾ ഞങ്ങൾ ഉപദേശിക്കാൻ നിങ്ങൾ ആരാ കാക്കാൻ ആരും ചോദിക്കൂല. 1. 2, ആർക്കും ആരും ഉപദേശിക്കാം. ആർക്കും ഏതൊരു നല്ലത് പറയുന്നവരെയും ആർക്കും ഇഷ്ടമാണ്, ആർക്കും പേടിയാണ്. സാലിങ്ങളെ പേടിയാണ്, വത്സന്മാരെ പേടിയാണ്. 6 മണിക്കപ്പുറം പന്തളിക്കാൻ സമ്മതിക്കൂല. ഇന്നെന്താ നമ്മുടെ അവസ്ഥ? ഇന്ന് മലബാറിൽ എന്ന് പറഞ്ഞാൽ ഇത്ര കണ്ണിലുള്ള പന്തുകളി ഗ്രൗണ്ടുകൾ അമേരിക്കയിൽ പോലും ഉണ്ടാവുമെന്ന് എനിക്ക് സംശയമാണ്. ആ രൂപത്തിൽ മലബാർ പന്തുകളിലെ കേന്ദ്രമായി. എപ്പോഴാ കളി തുടങ്ങിയ? മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ തുടങ്ങി. എത്ര പിന്നെ സുബഹിയോടുകൂടെ സുബഹി വരെ കളിയാണ്. സുബഹി വരെ എല്ലായിടത്തും കളിയാണ്. അവർ ഉറങ്ങുന്ന രാത്രികളിൽ എന്റെ ശിക്ഷ അവർക്ക് വരുന്നതിനെ അവർ നിർഭയരാകുന്നത് എങ്ങനെ? അവർ നിർഭയരാകുന്നുവോ? അവർ ഉറങ്ങുന്ന രാത്രിയിൽ അവർ വ്യഭിചരിക്കുന്ന രാത്രി എന്ന് പോലും അല്ല പറഞ്ഞേ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അവർ വ്യഭിചരിക്കുന്ന രാത്രിയിൽ എന്നല്ല പറഞ്ഞത്, അവർ ഉറങ്ങുന്ന രാത്രിയിൽ. രാത്രി എന്തിനാ ഉണ്ടാക്കിയത്? വജഅൽനാ നൗമക്കും സുബാതാ വജഅൽനൽ ലൈല ലിബാസാ. ഉറങ്ങാണ്ടാക്കിയതാണ് രാത്രി. എന്നിട്ടും രാത്രിയിൽ അതിൽ വിട്ടുറങ്ങുമ്പോൾ അള്ളാഹിന്റെ ശിക്ഷ വരുന്നതിനെ നിങ്ങൾ നിർഭയരായിരിക്കുന്നുവോ എന്നല്ല ചോദിച്ചു. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അഥവാ രാത്രി ഉണ്ടാക്കിയത് തന്നെ ഉറങ്ങാനാണ്, എന്നിട്ടും ഉറങ്ങുന്നതിനെ പരിധി വിട്ടുറങ്ങുന്നതിനെ വിമർശിച്ചു. എങ്കിൽ രാത്രി കളിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും? ചിന്തിക്കും. മറ്റേ ഇന്ത്യയിലെ ഏത് നാടിനേക്കാളും രാത്രിയുള്ള കളി മലബാറിൽ അധികരിച്ചിരിക്കുന്നു. ഏത് മലബാറിലെ ഇന്നത്തെ കളി മലബാറിന് വലിയ ആപത്ത് വരുത്തുമോ എന്ന് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. വേറൊരു നാട്ടിൽ ഇത് കാണാൻ കഴിയൂല. ചിന്തിക്കണം. അട്ടപ്പാതിരൊക്കെ പന്തളിക്കും. ആരെ കളിക്കുന്നത്? മുസ്ലിമീങ്ങളെ മക്കളെ. 12 മണി, 2 മണി, 3 മണി, 4 മണി സുബഹിക്ക് ജമാഅത്ത് ബാങ്ക് കൊടുത്ത് ആളുകൾ വരുമ്പോഴും പന്ത് കളി ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ടാവും. അപ്പുറത്തെ പള്ളിയാണ്, ബാങ്കാണ്. ഇപ്പുറത്താകട്ടെ കെട്ടിയുണ്ടാക്കിയ സ്വർഗസമാനമായ ഗ്രൗണ്ടുകളാണ്. ആരാണ് കളിക്കുന്നത്? നാട്ടിലെ പ്രധാനികളുടെ മക്കളെ. ചോദ്യം ചെയ്യാൻ ആളില്ല, പറയാൻ ആളില്ല, നിയന്ത്രിക്കാൻ ആളില്ല. ഇത് വലിയ ആപത്താണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇതൊരു ഉദാഹരണമാണ്. അള്ളാഹു അശ്രദ്ധനാണെന്ന് നീ വിചാരിക്കേണ്ട. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതൊരു ഉദാഹരണം പറഞ്ഞാണ്, ഞാൻ അത് നീട്ടി പറയുന്നില്ല. ഇങ്ങനത്തെ ഉദാഹരണങ്ങൾ എടുത്തു നോക്കുക. മലബാറിൽ ഇന്ന് വന്ന ഒരു സാഹചര്യം, ഒരാൾക്കും ഒരാളെയും വിമർശിക്കാനുള്ള ഒരു സാഹചര്യം മങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ്. ഒരു വിമർശനത്തെ ഉൾക്കൊള്ളൂല. എങ്ങനെയൊക്കെ അതിനെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കും, അങ്ങനെ ചെയ്യും. മുഹമ്മദ് മുസ്തഫ ഒരു ആലിം പറഞ്ഞാൽ പിന്തുടരപ്പെടാത്ത ഒരു കാലം വരും. ആ കാലത്ത് ഞാൻ ജീവിക്കാതിരിക്കട്ടെ എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ലാ യുദ്രികുനി സമാനുൻ, അല്ലാഹുവേ എനിക്കൊരു കാലം എത്താതിരിക്കട്ടെ, ഒരു കാലത്ത് ഞാൻ ജീവിക്കാതിരിക്കട്ടെ എന്ന് മുഹമ്മദ് മുസ്തഫ. ലാ യുത്ബഉ ഫീഹിൽ അലീം, അന്നൊരു ആലിം പറഞ്ഞാൽ അങ്ങനെ പിൻപറ്റപ്പെടുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ ഒരു കാലം വരുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ.
ശ്രദ്ധിക്കുക. ഇത് വലിയ ആപത്താണ്, മലബാറിന് വന്നുകൊണ്ടിരിക്കുന്ന വലിയ ആപത്താണ്. അതിൽ നിന്ന് ചെറുപ്പക്കാർ മാറി നിൽക്കണം. ഈ പന്ത് കളി ഗ്രൗണ്ടുകളൊക്കെ അവസാനിപ്പിക്കണം. ഇതിനെ വേണ്ടെന്നല്ല പറയാം, ഇതിനൊക്കെ അതിന്റെ സമയം വെച്ച് ചെയ്യണം. അതിന്റെ പരിധിയപ്പുറത്തേക്ക് പോകരുത്. അത് നമുക്ക് വലിയ ആപത്തുണ്ടാക്കും. ചിന്തിക്കണം, അള്ളാന്റെ റഹ്മത്തില്ലാതെ ഇതൊന്നും നടക്കില്ല. അള്ളാന്റെ റഹ്മത്ത് വളരെ ആവശ്യമായ സന്ദർഭവുമാണ്. എന്തുകൊണ്ടെന്നാൽ എല്ലാ നിലയിലും റഹ്മത്ത് ആവശ്യമായ ഒരു സന്ദർഭം വന്നിരിക്കുന്നു. മിഡിൽ ഈസ്റ്റിലാണ് ഏറ്റവും കൂടുതൽ തൊഴിൽ രാഹിത്യം വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വന്നാൽ ഗൾഫിൽ നിന്ന് ആളുകൾ പുറകോട്ട് പോകും. ഗൾഫിൽ നിന്ന് ആളുകൾ പുറത്തു വന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കഞ്ഞി കുടിവയിലെ മുട്ടും. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ ഈ പന്തുകളിയുമായി മുന്നോട്ട് പോകരുത്. നമ്മൾ ശ്രദ്ധിക്കണം. ഇത് വെറുതെ മൂല്യമാര് പറയാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇത് വലിയ പ്രശ്നമുണ്ടാക്കും. എന്തുകൊണ്ട്? 957 കേരളപ്പിറവിയുടെ സന്ദർഭത്തിൽ കേരളത്തിൽ ഉണ്ടായിരുന്ന മലബാറിൽ ഉണ്ടായിരുന്ന നെൽകൃഷിയുടെ 10% നെൽകൃഷി പോലും ഇന്ന് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഇല്ല. ഒരു നെൽകൃഷി മര്യാദക്ക് കാണണമെങ്കിൽ നമ്മൾ ഇന്ന് പാലക്കാട് പോകണം. പാലക്കാട് തന്നെ നെൽകൃഷി കുറഞ്ഞു. അപ്പൊ പുറത്തുനിന്ന് അരി വരണം. പുറത്തുനിന്ന് അരി വരാതെ മലപ്പുറം ജില്ലയിൽ തിന്നാൻ കഴിയൂല. പിന്നെ പൈസ കിട്ടിയാൽ നടക്കുമെന്ന്. പൈസ പുറത്തുനിന്ന് വന്നില്ലെങ്കിലോ? സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ.